ലോകം കാണാനിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആഘോഷം, സ്പിരിച്വൽ ആഘോഷം, അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. മഹാകുംഭമേള 144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംഭവിക്കുന്ന മഹാത്ഭുതങ്ങളിലൊന്ന്. മഹാത്ഭുതങ്ങൾ തന്നെ പറയേണ്ടി വരും. അതെ, തീർച്ചയായും. കാരണം കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കാറുണ്ട്. പൂർണ്ണ കുംഭമേള പൂർണ്ണ കുംഭമേള നടക്കാറുണ്ട്. അപ്പോൾ അത് 12 വർഷങ്ങളെ ഉള്ള ഇടവേളയിലാണ് നടക്കുന്നത്. പക്ഷെ ഈ മഹാകുംഭമേള അതാണ് വ്യത്യസ്തമാണ്. ശരിക്കും കുംഭമേള 44 വർഷത്തിലൊരിക്കൽ. അതെ, അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളത് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാര്യം, കുംഭമേളകൾ നടക്കാറുണ്ട്. കുംഭമേളകളെ കുറിച്ച് ഒരുപാട് വാർത്തകളുണ്ട്. വൺ ഓഫ് ദി, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മേളയാണ് കുംഭമേള. അത് ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് അല്ല, ഒരു അമ്പലത്തിലെ ഉത്സവമല്ല ഇത്. കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ 4 സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. പക്ഷെ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് ഈ ഇപ്പോ പ്രയാഗ്രാജിൽ മാത്രമേ നടക്കുന്നത്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ആദ്യം നടന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു 144 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിന്റെ മേക്കിംഗ് കൊണ്ടും ഇതിന്റെ സംഘടനാ പാഠവും കൊണ്ടുമാണ് ഇതിപ്പോ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങളാണ് ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഐതിഹ്യം എന്താണ് പൗർണമി? അതായത് എന്താണ് ശരിക്കും ആൾക്കാർക്ക് ഒന്ന് അറിയാൻ ആഗ്രഹം, എന്താണ് ഈ കുംഭമേള? അപ്പൊ കുംഭമേളയുടെ ഐതിഹ്യം നമുക്കൊന്ന് പറയാം. അതെ, അതായത് ഒരിക്കൽ ഹിസ്റ്ററി പറയുകയാണല്ലോ, അതായത് ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, കാമധേനു, പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇതിലൂടെ ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃത കലശം പുറത്തു വന്നയുടൻ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഇതൊക്കെ നമുക്കറിയാം. ഈ യുദ്ധം 12 ദിവസം തുടർച്ചയായി തുടർന്നുകൊണ്ടേയിരുന്നു. ഈ യുദ്ധത്തിൽ ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ, അതായത് ഈ പറയുന്ന പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, ഇവിടെ കലത്തിൽ നിന്നും ഏതാനും തുള്ളി അമൃത് വീണുവെന്നാണ് വിശ്വാസം. ഭൂമിയിൽ ഈ അമൃത് തുള്ളികൾ വീണ അതേ 4 സ്ഥലങ്ങളാണ്. ആ 4 സ്ഥലങ്ങളിലാണ് ഈ കുംഭമേളകൾ നടന്നു വരുന്നത്. അത് നദീതീരമായിട്ടുള്ള പട്ടണങ്ങളാണ് കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. സോ ഈ 4 സ്ഥലങ്ങളും ഈ പറയുന്ന പോലെ നദീതീരം, അതായത് പവിത്രമായ നദികളുള്ള ഗംഗ, യമുന, ഈ പറയുന്ന ത്രിവേണി സംഗമങ്ങളാണ്. അവിടെ ശരിക്കും ഇവിടെ ദൈവങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെയില്ല, അതായത് രൂപങ്ങളൊന്നുമില്ല. പകരം ആൾക്കാർ ഈ കുംഭമേള നടക്കുന്ന അടുത്ത് തന്നെ ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. ശരിക്കും അറിയാലോ, ഈ കുംഭമേള അല്ലെ മഹാകുംഭമേള എന്ന് പറയുമ്പോൾ അവിടെ സ്നാനം ചെയ്യാൻ എത്തുന്ന ഗംഗ, യമുന, അതുപോലെ തന്നെ നമ്മുടെ സാങ്കല്പിക സരസ്വതി. അപ്പൊ ഈ 3 നദികൾ ചേരുന്നിടത്ത്, അതായത് ഏകദേശം എനിക്കൊന്ന് ഈ 15 കിലോമീറ്റർ ദൂരത്തില് വ്യാപിച്ച് കിടക്കുകയാണ്. അവിടെയാണ് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് അവിടെ വന്ന് മുങ്ങുന്നതോടെ നമ്മുടെ എല്ലാ പാപങ്ങളും തീരും. ഈ മുങ്ങാൻ സ്നാനത്തിന് എത്തുന്നവർക്കൊപ്പം ദേവന്മാരും വേഷം മാറി, അല്ലെങ്കിൽ ദേവന്മാരും ഇവരുടെ ഒപ്പം മുങ്ങാൻ അല്ലെങ്കിൽ സ്നാനം ചെയ്യാൻ എത്തുമെന്നുള്ളൊരു ഐതിഹ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്കുകൂട്ടലാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ UP സർക്കാർ, ഉത്തർപ്രദേശിലാണ് ഈ സ്ഥലമുള്ളത്. അതിന്റെ മേക്കിംഗ് കൊണ്ടും, അതായത് യോഗി ആദിത്യനാഥ് അടുത്ത മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ അതുപോലെ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഒരു ഫ്യൂച്ചർ തോട്ട് കൂടെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ കാഴ്ച, വിഷൻ ഇതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ മഹാകുംഭമേള നഗർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജില്ല എന്ന് പറയുന്ന രീതിയിൽ 10,000 ഏക്കറിലൊരു ജില്ല തന്നെ, ഒരു ചെറിയ ജില്ല തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിൽ അറ്റ് എ ടൈം 50 ലക്ഷം തൊട്ട് 1 കോടി ആൾക്കാർക്ക് വരെ താമസിക്കാം. നിസ്സാര കാര്യമല്ല, എത്ര വർഷത്തെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കാം അത്. കാരണം ശരിക്കും പ്രിപ്പയർ ചെയ്യണം. 144 വർഷം ഇനി എപ്പോൾ കാണാനാണ്, ഇനി എപ്പോൾ നടക്കാം? നമ്മുടെ ജനറേഷൻ ഇല്ല, ജനറേഷനിൽ നമ്മുടെയൊക്കെ 2-3 ജനറേഷൻ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ചെല്ലുന്ന, എനിക്ക് തോന്നുന്നു സിനിമാ നടൻ കൃഷ്ണകുമാറിന്റെ ഒരു പിന്നെ ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം എത്ര ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. അതുപോലെ തന്റെ കാര്യം പറഞ്ഞല്ലോ, തന്റെ വീട്ടിൽ ആരോ പോകുന്നത് ഒരു ഭാഗ്യമല്ലേ? ഭാഗ്യം അവർക്ക് അത് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇത് ജനുവരി 13 മുതൽ ഫെബ്രുവരി 26, 23 തീയതി വരെ, അതായത് 45 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. 7,000 കോടി രൂപയാണ് UP സർക്കാർ അതിനുവേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. ഇതിൽ വരുമാനം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഏതാണ്ട് 2.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും 4 ലക്ഷം അല്ല 2.5 ലക്ഷം കോടിക്കും 4 ലക്ഷം കോടിക്കും ഇടയിലാണ് ഒരു വരുമാനം എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഈ മകരസംക്രാന്തി, ഇപ്പൊ കഴിഞ്ഞ മകരസംക്രാന്തിക്ക് വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3.5 കോടിയാണ്. അതായത് ശാരിക 5,000 രൂപ വെച്ച് ആവറേജ് കുറഞ്ഞത് പറഞ്ഞ 2 ലക്ഷം കോടി, അത് 10,000 അതിൽ മേളിലോ ആവാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല അത് നിൽക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു വലിയ വരുമാന സ്രോതസ്സായി മാറും. അതായത് എനിക്കൊന്ന് UP സർക്കാരിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടും. നാനാർത്ഥത്തിൽ ഏകത്വം.
യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് അതിനകത്ത് കൃഷ്ണകുമാർ ആയാലും ഒരുപാട് സിനിമാ ചലച്ചിത്ര താരങ്ങളൊക്കെ പോകുന്നുണ്ട്, അതോടൊപ്പം പൊളിറ്റീഷ്യൻസും, അതുപോലെ പുറം നാട്ടുകളിലെ എനിക്കൊന്ന് സ്റ്റീവ് ജോബ്സിന്റെ വൈഫൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാ നാടുകളിൽ നിന്നുള്ള ഇന്ത്യക്കാര് മാത്രമൊന്നും അല്ലല്ല. പൗർണമിനകത്ത് പറഞ്ഞിരിക്കുന്ന വിദേശികൾ, ഗവേഷകര്. അതായത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗംഗ യമുന ത്രിവേണി സംഗമത്തിലേക്ക് എത്തിച്ചാൽ ഒരു 6 കിലോമീറ്റർ നമ്മൾ നടക്കണം. ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വേണം നമ്മളവിടെ ചെല്ലാം. അപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശൈത്യമാണ് യു പിയിൽ, കൊടും തണുപ്പാണ്, 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെന്നാണ് ഇപ്പോഴത്തെ കറന്റ് സെനാരിയോ അനുസരിച്ച് പറയപ്പെടുന്നത്. ഈ അതിശൈത്യത്തെ വരെ അവഗണിച്ചുകൊണ്ട് ഈ ആൾക്കാർ ഒരേ വസ്ത്രധാരണത്തിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ, അതായത് പണക്കാരുണ്ടാവാം, കോടീശ്വരന്മാരുണ്ട്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാവരും ഒരേപോലെ, അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നത് റിയൽ വേർഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെയാണ് അവിടെ ആൾക്കാർ. എനിക്ക് തന്നെ പറയുമ്പോൾ രോമാഞ്ചം വരുന്നത് പൗർണമി. കാരണം ഞാൻ ഇത് ഈ കുംഭമേളയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് അഘോരികളെ കുറിച്ച്, സന്യാസി വര്യന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പോകണമെന്ന്. പക്ഷേ ഈ മഹാകുംഭമേള ഇവിടെ ഞാൻ ആഗ്രഹിച്ചു പോകും, എന്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ട്. സീരിയസ്ലി പറയാണ്, എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന്. മഹാകുംഭമേള എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ കുംഭമേളയെ പറ്റി പറഞ്ഞല്ലോ, ഈ കുംഭമേള നമ്മൾ പറഞ്ഞു 12 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. അത്തരത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള 11 തവണ നടന്നതിന് ശേഷം 12ാമതായി വരുമ്പോഴാണ് അത് മഹാകുംഭമേളയായി മാറുന്നത്. അതായത് 11, 12 അതിന്റെ കണക്കൊന്നും പറയാതിരിക്കുക. അതുകൊണ്ടായിരിക്കും 144 വർഷം വന്നിരിക്കുന്നത്. ഇനി ഈ കുംഭമേളയിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഭയങ്കര അനുഗ്രഹം കിട്ടിയവരായിരിക്കും, അല്ലെ, ഭാഗ്യവാന്മാരാണ്. കാരണം ഇനിയൊരു എത്ര ജനറേഷൻസ് കാത്തിരിക്കണം ഇങ്ങനെ ഒരു കുംഭം. കാരണം അതിനു മാത്രം ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ, അന്താരാഷ്ട്ര, എനിക്ക് തോന്നുന്നു ആ ഒരു ബോർഡർ ഒക്കെ അപ്പുറം, എനിക്ക് ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ് ഈ പറയുന്നത് ഇപ്പോൾ ഇവിടെ പ്രയാഗ്രാജിൽ നടക്കുന്നത്. നിയന്ത്രിക്കുക പറയുന്നത് നിസ്സാര കാര്യമാണോ? അവിടെ പോയ ആൾക്കാർ പറയുന്നത് ഡ്രോണുകൾ വെച്ചിട്ടാണ് അവിടെ സെക്യൂരിറ്റി നോക്കുന്നത്. ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകം ആയിട്ടുള്ള ടെന്റുകളുണ്ട്. എല്ലാവിധ സേഫ്റ്റി ആൻഡ് ക്ലെൻലിനെസ് ആണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിരിക്കുന്നത്. അതിന് ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് CM ആണ്. അദ്ദേഹം ഇനി എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം അത് കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും ദിവസം വരെ, അത് അവസാനം വരെ അങ്ങനെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അത് നിമിഷം വരെയും അവിടുന്ന് വരുന്ന ലൈവായിട്ട് പല ചാനലുകളിലും ഉണ്ട് കേട്ടോ, പല ഹിന്ദി ചാനലുകളും ഇംഗ്ലീഷ് ചാനലുകളും ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ട്. പറയപ്പെടുന്നത് ഒരു പ്രശ്നങ്ങളോ ഒരു ഉന്തും തള്ളോ, കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ ആൾക്കൂട്ട മരണങ്ങൾ ഒരുപാട് തീർത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണത്, അല്ലെ, അങ്ങനെയുള്ള മരണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഈ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പാലങ്ങളിൽ നിന്ന് തകർന്നു വീഴുക, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാവണം ഒരു സംസ്ഥാനം ഈ ഒരു ലോകം കണ്ട മേള, അല്ലെങ്കിൽ ഈ കുംഭമേള, മഹാകുംഭമേള, സ്പിരിച്വൽ മേളയിലേക്ക് ആൾക്കാരെ എത്ര ഡിസിപ്ലിനോടുകൂടി നടത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ടീമുകൾ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല, പക്ഷെ ഇതിന് പ്രത്യേക ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ഗവൺമെന്റ് ആണ്. കാരണം ഇത്ര മനോഹരം, അവർ 7000 കോടി രൂപ മുടക്കിയെങ്കിൽ ശരിയാണ്, അവർക്ക് 2 ലക്ഷം കിട്ടുമായിരിക്കാം, 4 ലക്ഷം കിട്ടുമായിരിക്കാം, അതൊക്കെ നിൽക്കട്ടെ. പക്ഷേ ഇത് ആസ് എ കറന്റ് സെനാരിയോ, ആസ് എ പ്രസന്റ് രീതിയിൽ ലോകശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന, എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡും കടന്നു പോകും. ഇങ്ങനൊരു മേള ലോകത്ത് ഒരിടത്തും ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ്. യെസ്, നമുക്ക് പോകേണ്ടവർക്ക് ഇനിയും പോകാം. ഈ നമ്മുടെ വാർത്ത കാണുകയാണെങ്കിൽ ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപാട് വിമർശനങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, അഘോരികൾ, അതായത് അടുത്ത സന്യാസിമാരുടെ, അത് മൊത്തം ഭസ്മത്താൽ പൊതിഞ്ഞുകൊണ്ട് പൂർണ്ണ നഗ്നന്മാരായിട്ടാണ് ജടകളോടുകൂടി ഹിമാലയത്തിൽ നിറങ്ങി വരുന്ന സന്യാസിവര്യന്മാരുടെ സ്നാനവും അവരുടെ അനുഗ്രഹവും മേടിക്കാനാണ് കുറേയധികം ആൾക്കാർ പോകുന്നത്. പക്ഷെ അപ്പോഴും പറയപ്പെടുന്നു, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് കൃഷ്ണകുമാർ പറഞ്ഞ പോലെ, നമ്മുടെ MP കൃഷ്ണകുമാർ പറഞ്ഞ പോലെ, അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുമലകളാണ്, അതിശൈത്യമാണ് അവിടെ, കൊടു ശൈത്യം. ആ ശൈത്യത്തിന് ഇവർക്ക് എങ്ങനെയാണ് ഒരു ന്യൂഡായിട്ട് അല്ലെങ്കിൽ നേക്കഡായിട്ട്, നഗ്നനായിട്ട് അതിജീവിക്കാൻ കഴിയുക? അപ്പൊ തീർച്ചയായിട്ടും നോർമൽ മനുഷ്യരിൽ നിന്ന് അവർക്ക് എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അവർ നോർമൽ, നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ മകരമഞ്ഞായി കഴിയുമ്പോൾ തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വലിയ പാടാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ദുബായിൽ പോവുകയാണെങ്കിൽ ഇതിനും കൂടിയ മഞ്ഞാണ്. എന്നാൽ നമ്മൾ UK പോവുകയാണെങ്കിൽ നമ്മളവിടെ എത്ര ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് നമ്മളവിടെ താമസിക്കുന്നത്. അപ്പോൾ ആ ഹിമാലയ സാനുക്കളിൽ നിന്ന് പൂർണ്ണ നഗ്നരായിട്ട് ജപം ഇരിക്കുന്ന, അല്ലെങ്കിൽ തപസ്സനുഷ്ഠിക്കുന്ന, ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാരെ നമ്മൾ ഒരു എന്താ പറയുക, അതിശയത്തോടും കൂടിയും ഭക്തി നമ്മുടെ ഇഷ്ടമാണ്, ബട്ട് അതിശയത്തോടുകൂടി, റെസ്പെക്റ്റോടുകൂടി നമുക്ക് കാണാം. അവർ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അതിന് പകരം എന്തെല്ലാം വിമർശനങ്ങളാണ്, അവർ നഗ്നത പ്രദർശിപ്പിക്കുന്നു, ഇത് ഒരിക്കലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പല ചാനലുകൾ നമ്മൾ ഈ കുംഭമേള നടക്കുന്ന കാലങ്ങളിൽ. പക്ഷെ ഇപ്പോൾ ഈ മഹാകുംഭമേള ഇതിനെല്ലാം മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ പോയി ഈ പറഞ്ഞ പോലെ ഗംഗ, യമുന, ഈ സരസ്വതി എന്ന ആ ഒരു ത്രിവേണി സംഗമത്തിൽ മുങ്ങി പൊങ്ങുക എന്ന് പറയുന്നത് അതുവരെയുള്ള നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളയപ്പെടുമെന്നും നമുക്കൊരു പുനർജന്മം ഇനി ഉണ്ടാകുമായിരിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിനേക്കാളെല്ലാം കൂടുതൽ ഓരോ മനുഷ്യരുടെ അല്ലെങ്കിൽ ആ മനസ്സിന്റെ ചിന്തയാവാം തീർച്ചയായിട്ടും. എന്നാൽ പോലും അതൊരു അനുഗ്രഹമായി കാണുന്ന ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെ. സത്യത്തിൽ ഇത് ഞാൻ ഈ വാർത്തയെ കുറിച്ച് പഠിച്ചപ്പോൾ കുറച്ച് ദിവസം
ദിവസമായിട്ട് ഇതിന്റെ വാർത്തകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോഴെപ്പോഴും ഇതിനെക്കുറിച്ചുള്ള മലയാളം വേർഷൻസ് കേൾക്കുമ്പോഴും ഈ ചരിത്രം പൗർണമി പറയുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ദൈവം ഒരു പ്രാവശ്യം ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് പോയി ഒരു കാലൊന്ന് കുത്താൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചു. അത്രയ്ക്കും അത് റിലീജിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആഗ്രഹം കൊണ്ട് പറയുകയല്ല, മറിച്ച് സ്പിരിച്വാലിറ്റി, ആത്മീയതയാണ് അവിടെ ശരിക്കും. അതിൽ അതിൽ ബിസിനസ് ഉണ്ടാവാം, അതിൽ ഈ പറയുന്ന പോലെ ലാഭേശകളുണ്ടാവാം, പക്ഷെ അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഒരേ മനസ്സാണ്. ഈ പറയപ്പെടുന്ന ആ സ്നാനഘട്ടിൽ മുങ്ങുക, അല്ലെങ്കിൽ അവിടെ പോയി നമ്മുടെ ഈ പാപങ്ങളെല്ലാം കഴുകിക്കളയുക, അങ്ങനെയൊക്കെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് നമുക്ക് മറുപടിയില്ല. ഇതെല്ലാം ആ കൃഷ്ണകുമാർ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ വളരെ നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇതൊന്നും നമുക്ക് പറഞ്ഞ് അനുഭവവേദ്യമാക്കാൻ പറ്റുന്നതല്ല, ഇത് സ്പിരിച്വാലിറ്റിയാണ്. നമുക്ക് അവിടെ ചെന്ന് അനുഭവവേദ്യരാകുക എന്ന് മാത്രമേ, അതൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ് സാധിക്കില്ല. ഇനി സമയമുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആഗ്രഹമുള്ളവർ ഒരിക്കലെങ്കിലും അതൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും പൈസയൊക്കെ കടം മേടിച്ചിട്ടാണെങ്കിലും ലീവ് എടുത്തിട്ടാണെങ്കിലും മഹാകുംഭമേളയിൽ പോയി പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കൊണ്ടല്ല, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള, അത്രയ്ക്കും ആത്മീയ അംശം നിറഞ്ഞു നിൽക്കുന്ന ഒരു മേള, ഈ 144 വർഷങ്ങൾക്ക് ശേഷം മാത്രം അനുഭവവേദ്യമാകുന്ന ഒരു മേളയിലേക്ക് നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഈ പോകാൻ സാധിക്കുന്നവർ അവിടെ പോയി പങ്കെടുക്കുക, ആത്മീയത നിർവൃതി അടയുക.